ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് റൂം. അപ്പോൾ നമ്മൾ ഇന്ന് ഫാബ്രിക് പെയിൻറ്റിങ്ങിൽ 1 സ്ട്രോക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് ബ്രഷും ഒരു പോയിൻ്റ് ബ്രഷും ആണ്. ഫ്ലാറ്റ് ബ്രഷിൽ 6 എന്നുള്ള ഗ്രേഡാണ് യൂസ് ചെയ്യുന്നത്, മറ്റത് പോയിൻ്റ് ബ്രഷാണ് കേട്ടോ. അപ്പോൾ ബ്രഷ് വാങ്ങുമ്പോൾ നല്ല ബ്രഷ് തന്നെ, സിന്തറ്റിക്കിൻ്റെ ബ്രഷ് വാങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക് കളേഴ്സ് എന്ന് വെച്ചാൽ 3 കളർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. യെല്ലോ, റെഡ്, ഗ്രീന്, ഈ 3 കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റിങ് ഇത് കോമൺ ആയിട്ട് കിട്ടുന്ന കളറാണ്. ഇതിൽ ഷിമ്മർ, ഗ്ലോസി, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് കളേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഷൈനിങ്ങിലുള്ള ഡിഫറൻസ് കൊണ്ടാണ്. അതായത് മെറ്റാലിക് എഫക്റ്റൊക്കെ ഉള്ള കളേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഡ്രസ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്ട്രോക്ക് ചെയ്യുന്ന മെത്തേഡ് ഒന്ന് നോക്കുക. 6 ഗ്രേഡുള്ള ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടും അതേപോലെ എൻഡിങ്ങിൽ ലൈറ്റ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രഷ് ഒന്ന് കഴുകിയിട്ട് നമ്മുടെ വേസ്റ്റ് ക്ലോത്തിൽ നന്നായിട്ട് തുടച്ചെടുക്കുക കേട്ടോ. വെള്ളം ഉണ്ടാകാൻ പാടില്ല നമ്മളെ പെയിൻറ്റിൽ, ബ്രഷിലൊന്നും വെള്ളം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ റെഡ് ചില്ലിയാണ് ചെയ്തത് കേട്ടോ. ഇനി നമുക്കിതിന് ലീഫ് വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്രീനിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് പിന്നെ യെല്ലോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും കൂടി ഒപ്പം തന്നെയാണ്, ഒരു ബ്രഷ് തന്നെയാണ് നമ്മൾ പെയിൻറ്റ് കയറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചില്ലി ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഈ ലീഫും ചെയ്യേണ്ടത് കേട്ടോ. ഒന്ന് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രസ്സിലൊക്കെ നിങ്ങൾക്ക് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നമ്മളിതുവരെ വൈറ്റ് ക്ലോത്തിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാക്ക് ക്ലോത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഷർട്ടിലും മറ്റൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിൻ്റ് ബ്രഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള അതേ ഗ്രീനാണ് കേട്ടോ. അതിൽ നമ്മൾ യെല്ലോ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല, ഗ്രീന് നേരിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ പോയിൻ്റ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിന്നായിട്ടുള്ള ലൈൻസുകൾ കിട്ടും. അപ്പോൾ ബ്രഷൊക്കെ പിടിക്കുന്നത് നേരെ പിടിക്കുക കേട്ടോ, ശ്രദ്ധിച്ച് പിടിക്കുക. തിന്നായിട്ട് തന്നെ ലൈൻസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഒരുപാട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തിന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അങ്ങനെ ചെയ്ത് നോക്കുക.